നിറഭേദം. പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓളം എന്ന ചെറുകഥാസമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു കഥ. നിറഭേദം. പള്ളിക്കൂടത്തിൽ നിന്ന് 10 ദിവസത്തിൻ്റെ സ്കൗട്ട് പിള്ളേരുടെ ക്യാമ്പിലേക്കായി തിരഞ്ഞെടുക്കപ്പെട്ട 50 വിദ്യാർത്ഥികളിൽ ഗുരുദേവും ഒരാളായിരുന്നു. വീട്ടുകാരിൽ നിന്ന് അവൻ ഇതുവരെ അത്രയും ദീർഘമായി മാറി നിന്നിട്ടില്ല, അതും ഒരു പരിചയവുമില്ലാത്ത ഒരിടത്ത്. ക്യാമ്പിന് പോകുന്നതിന് മുമ്പ് ശാരീരികാരോഗ്യം ഭേദപ്പെട്ടതാണ് എന്ന് ഏതെങ്കിലും ഒരു വൈദ്യർ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്ന പേരുള്ള ഒരു സാക്ഷ്യപത്രം മേടിക്കണം. അതിനായി ഗുരുദേവും കൂട്ടരും തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ഓട്ടം പിടിച്ചു. എടാ, അവിടെ എന്തൊക്കെ ചെയ്യാൻ പറയും? ഒന്നും ചെയ്യൂലടേ, കണ്ണു തുറക്കാൻ പറയും, നാക്ക് നീട്ടാൻ പറയും, ഇത്രയൊക്കെ തന്നെ. എൻ്റെ ചേട്ടൻ പണ്ട് പോയിട്ടുള്ളതില്ലേ, വേറൊരുത്തൻ പറഞ്ഞു. അവർ 8 പേരും ഒരുമിച്ചാണ് കയറിയത്. ബാലസംഘത്തിനെ ഒന്നിച്ച് കണ്ടതും അവിടം അമർന്ന ചിരികളുടെ ആരവമായി. വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ ഒച്ചയുണ്ടാക്കിയെത്തി. ആരടാ എന്താ വേണ്ടത്? ക്യാമ്പിന് പോകാനുള്ള സർട്ടിഫിക്കറ്റ് വേണം. ചുണയുള്ള ഒരുത്തൻ ചാടിക്കയറി ആവശ്യം പറഞ്ഞു. ഓരോരുത്തരായിട്ട് കയറ്. വരിയിൽ നിന്ന് രോഗികളെ മാറ്റി നിർത്തിയിട്ട് ഇവന്മാരെ കയറ്റി വിട്ടു. ഗുരുദേവന് സങ്കടമായി. എല്ലാവന്മാർക്കും ഓരോ പുരുഷ ഡോക്ടർമാരെ കിട്ടി. നിർഭാഗ്യവശാൽ ഗുരുദേവ് ചെന്നുപെട്ടത് ഒരു വൈദ്യയുടെ മുന്നിലാണ്. പാവം ഗുരുദേവ് അടിമുതൽ മുടിവരെ തൻ്റെ കുഞ്ഞു കണ്ണുകൾ കൊണ്ട് അവരെ ഉറ്റുനോക്കി. കാക്ക കറുമ്പി, മുഷിഞ്ഞ ചേല, മുന്നിലേക്ക് നീണ്ടു കിടക്കുന്ന പല്ലുകൾ, ചുരുണ്ട മുടി. ഇവർ വൈദ്യ തന്നെയാണോ? അവൻ്റെ കുഞ്ഞു മനസ്സിൽ ആ സംശയം ആഴത്തിൽ പതിഞ്ഞു. അവൻ കടലാസ് എടുത്ത് നീട്ടി. അവർ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ അതിൽ മുഴുവൻ നോക്കിയിട്ട് അവൻ്റെ മുഖത്തേക്കും അതിലേക്കും മാറി മാറി നോക്കിയിരുന്നു. മറുഭാഗത്ത് മറ്റ് വൈദ്യർ അവന്മാരോട് ഓടിപ്പോയി ഒരു മരത്തിൽ തൊട്ടിട്ട് വരാൻ പറഞ്ഞു. അവന്മാർ ഓടിത്തുടങ്ങി. ചോദ്യക്കടലാസ് വായിക്കുവാനറിയാത്ത വിദ്യാർത്ഥിനിയെപ്പോലെ ആ വൈദ്യ ഗുരുദേവ് കൊടുത്ത ഫാറവുമായി അടുത്തുള്ള വൈദ്യൻ്റെ അടുത്തേക്ക് പോയി. അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിച്ച് നിൽക്കുന്നത് ഗുരുദേവ് കണ്ടു. അതിനിടയിൽ തന്നെ ഓടിയോന്മാർ തിരിച്ചെത്തി കഴിഞ്ഞിരുന്നു. അവന്മാരുടെ നെഞ്ചിൽ ഹൃദയസ്പന്ദന പരിശോധന യന്ത്രം വെച്ച് പരിശോധിച്ച ശേഷം വൈദ്യന്മാരെല്ലാം ഫാറത്തിൽ ഒപ്പിട്ട് തുടങ്ങി. അപ്പോഴേക്കും ഗുരുദേവൻ്റെ വൈദ്യ തിരിച്ചെത്തി. മറ്റുള്ളവരുടെ അനുകരണമെന്ന പോലെ അവരും പറഞ്ഞു, ഓടിപ്പോയി ആ മരത്തിൽ തൊട്ടിട്ട് വാ. ഗുരുദേവ് ഓടിത്തുടങ്ങി. ഒപ്പ് മേടിച്ച് മറ്റു കൂട്ടുകാരന്മാർ തിരിച്ച് പള്ളിക്കൂടത്തിലേക്ക് ഓടുകയായിരുന്നു. പെട്ടെന്നോട്. അവന്മാരിൽ നിന്ന് മാറി ഒറ്റപ്പെട്ടു പോയതിൽ ഗുരുദേവന് സങ്കടം തോന്നി. ഓടിക്കഴിഞ്ഞ് മരത്തിൽ തൊട്ടിട്ട് തിരിച്ചെത്തിയ ഗുരുദേവൻ്റെ കയ്യിൽ നിന്ന് ഫാറം വാങ്ങി വൈദ്യ ഒപ്പിട്ട് തുടങ്ങി. തൻ്റെ ഹൃദയസ്പന്ദനം പരിശോധിക്കുവാൻ വൈദ്യം മറന്നുപോയതാണോ എന്നവൻ സംശയിച്ചു. ഒപ്പിട്ട ഫാറം മറ്റ് കടലാസുകളുടെ മുകളിൽ വെച്ച് പറന്നു പോകാതിരിക്കുവാൻ ഒരു കല്ലും വെച്ച് അതിൻ്റെ മുകളിൽ വെച്ച ശേഷം അവർ ചോദിച്ചു, 50 രൂപ. അത് കേട്ടതും ഗുരുദേവൻ ഞെട്ടി. അവൻ്റെ കൈകാലുകൾ തളർന്ന് നെറുകയിൽ നിന്ന് വിയർപ്പ് പൊടിഞ്ഞു തുടങ്ങി. പാവം ഗുരുദേവൻ്റെ കയ്യിൽ
5 പൈസ പോലും ഇല്ലായിരുന്നു. തൻ്റെ മറ്റു കൂട്ടുകാരന്മാരും കാശ് കൊടുക്കുന്നത് അവൻ കണ്ടിരുന്നില്ല. പക്ഷേ അതെങ്ങനെ പറയും? അവൻ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ വൈദ്യയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും രംഗം കണ്ടു നിന്ന അടുത്തുള്ള മറ്റൊരു വൈദ്യർ അവിടെ വന്ന് ആ വൈദ്യരോട് എന്ന പോലെ കണ്ണുരുട്ടി കാണിച്ചിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കൊടുത്തു, മാഡം, അത് പറ്റത്തില്ല, ഒഫീഷ്യലാണ്. ഗുരുദേവന് എന്തൊക്കെയോ അവ്യക്തമായി കേൾക്കാമായിരുന്നു. എല്ലാം കേട്ടു തീർന്നതും കല്ലെടുത്ത് മാറ്റി ഫാറം എടുത്ത് ഗുരുദേവൻ്റെ നേരെ നീട്ടിയിട്ട് വൈദ്യ പറഞ്ഞു, എന്നാ കൊണ്ടുപോ. അവൻ അതും വാങ്ങി സ്ഥലം വിട്ടു.